പിന്നെ ഞാന് ലീവ് എടുത്തെന്ന് വെച്ചാലേ എന്റെ സുഖമില്ലാതെ കിടക്കുന്ന ഭാര്യയെ പരിചരിക്കാനാണ്. മനസ്സിലായോ? ആയിക്കോട്ടെ. ഫുഡ് ആയില്ലേ അച്ഛാ? ഭയങ്കര വിശപ്പച്ചാ. ഇപ്പൊ ആവും മക്കളെ. ഇതൊന്ന് കറിയൊന്ന് റെഡിയായാൽ മതി. അതെ, അമ്മയുടെ കയ്യിൽ എണ്ണ ഇട്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരുന്ന അതാ വൈകിയത്. അതെ, ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഉടനെ വിളിക്കാം. ഓക്കെ. ഭക്ഷണം ആയില്ലേന്ന് ചോദിക്കണം നേരത്തെ. അച്ഛനൊന്ന് സഹായിച്ചു കൊടുത്തു. അമ്മ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ സഹായിക്കാന്ന്. പോയിരുന്ന് പഠിക്കാൻ അച്ഛനാണോ പറഞ്ഞത്? അമ്മ അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ പോയിരുന്നു പഠിക്കുക കേട്ടോ. ഇതൊക്കെ അച്ഛൻ നോക്കിക്കോളാം. ഞാൻ ഉടനെ വിളിക്കാം. അച്ഛാ വൈകല്ലേ അച്ഛാ വിളിക്കാൻ? ഞാൻ തലയിറങ്ങി വീഴും. അവള് തലയിറങ്ങി വീണാലും കുഴപ്പമൊന്നുമില്ല. അച്ഛൻ പതിയെ ചെയ്താ മതി. ഓ, പെട്ടെന്ന് തന്നെ അച്ഛൻ റെഡിയാക്കാം. പഠിക്ക്. പാവങ്ങള് മുങ്ങിയതാണ്. അല്ല എന്തോ അവര് പഠിക്കട്ടെ. പിങ്കിക്കാണെങ്കിൽ ഇപ്പൊ പഠിക്കാൻ കുറച്ച് ഉത്സാഹവും ഉണ്ട്. ഓ അവിടെ രണ്ടും കൂടെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത്ര തന്നെ ഉള്ളൂ. പണി നടക്കട്ടെ. കഴിക്ക്. നീ വെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നല്ല. കഴിക്കും മണി. ഇറങ്ങണ്ട രവിയേട്ടാ. ഇതും കൂടെ കഴിക്കും. മതി എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി വല്ലതും കുടിച്ചോളാം. ഇറങ്ങണില്ല. എല്ലാത്തിനും മടി കാണിക്കാതെ മണി. കുറച്ച് ഞാനേ ഒന്നാമത് ഒരുപാട് നേരം ഉറങ്ങിപ്പോയി. ഇത്രയും സമയം കിടന്ന് ഉറങ്ങിയിട്ട് എനിക്ക് വിശപ്പായില്ല, കഴിക്കാനുള്ള സമയമായില്ല. അതുകൊണ്ട് എന്നെ വിളിക്കാത്തെന്ത്? അതെ, പിള്ളേരും ഒന്ന് വിളിച്ച്. നീ അറിഞ്ഞില്ല, നല്ല ഉറക്കം. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഉറങ്ങണേ വിളിക്കണ്ടെന്നും പറഞ്ഞു. അല്ലേ, ഞാൻ ഇത്ര നേരം ഒന്നും ഉറങ്ങാത്തതാണ്. സാധാരണ എനിക്ക് ഉറങ്ങാനേ പറ്റൂല. ഡീപ് സ്ലീപ്പ്, എന്തൊക്കെയോ സ്വപ്നവും കണ്ടു ഉറങ്ങി. നീ വൈകിയല്ലേ ഉറങ്ങിയത്? നല്ല വേദന ഉണ്ടായിരുന്നല്ലോ. കൈ കൊണ്ട് പൊക്കി ഇവിടെ. എന്നിട്ട് പിങ്കി പിന്നെയും വിളിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു വിളിക്കണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ. മതിയോ നിനക്ക്? മതി. അയ്യോ, ഇത് കുറയും തോന്നട്ടെ. ഇന്നത്തെ ഒരു നാളെയൊക്കെ ആവുമ്പോ ശരിയാവുമായിരിക്കും അല്ലേ? ഒരു 2 ദിവസം അനക്കാതെ പോയി. ഇപ്പൊ ഇന്നത്തെ പോലെ ഇന്നലത്തെയൊക്കെ പോലെ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറും. ഇപ്പൊ നല്ല നീര് കുറവുണ്ട്. ഈ വേദനയും കുറയുകയാണെങ്കിൽ ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല. കേട്ടാ, പിള്ളേരൊക്കെ എവിടെ? പിള്ളേർ ആഹാരം കഴിച്ചിട്ട് പുറത്തിരിപ്പുണ്ട്. അവള് റിങ്കി ഒരു ദോശയെ കഴിച്ചോളൂ. മറ്റേവള് കഴിച്ചു. കുറ്റമൊന്നും പറഞ്ഞില്ലേ? കുറ്റം പറയില്ല, ഇന്ന് നിനക്ക് വയ്യല്ലോ. ഓ, അച്ഛൻ്റെ അടുത്ത് ഒന്നും പറയില്ല, അമ്മയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അവള് കഴിച്ചു. ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഉണ്ടായി തരാമെന്ന്. അതൊക്കെ വീട് രവിയേട്ടാ. ഞാനേ വേറൊരു കാര്യം ഇങ്ങനെ. രവിയേട്ടനെ ഷീബയുടെ കാര്യം അറിഞ്ഞോ? ഷീബയുടെ എന്ത് കാര്യം? ഷീബ ഡിവോഴ്സായി. അയ്യോ, ഡിവോഴ്സായ? മണി കുറച്ചു ദിവസം മുമ്പ് ഷീബയുടെ ഹസ്ബൻഡ് ബാങ്കിൽ വന്നിരുന്നേ. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവർ തമ്മിലുള്ള പൊരുത്തക്കേടും കുടുംബക്കാരുടെ പ്രശ്നങ്ങളും അതും ഇതും ഒക്കെ പറഞ്ഞു. എന്ന് എനിക്ക് തോന്നി. ഇയാള് പറഞ്ഞ കേട്ടിട്ട് അത് സത്യമാണെങ്കിൽ ഷീബയുടെ പേരില മിസ്റ്റേക്ക്. ഷീബയ്ക്ക് ക്ഷമിക്കായിരുന്നു മണി. എന്തോന്ന് രവിയേട്ടാ, ഷീബ എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഷീബയുടെ പോയിന്റിൽ പറയുമ്പോ ഉണ്ടല്ലോ, ഇയാളെ ഒരു രീതിയിലും സഹിക്കാൻ പറ്റില്ല. എന്തൊരു മനുഷ്യനത്. നമ്മളിപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിയുന്നേ. നമുക്ക് സത്യാവസ്ഥ എന്ന് അറിഞ്ഞൂടല്ലോ. പരസ്പരം കുറ്റമല്ലേ പറയുള്ളൂ. ആരുടെ പേരിലാണ് ന്യായം എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടല്ലോ. പക്ഷെ എന്തായാലും ആ കൊച്ചിന്റെ കാര്യം നല്ലൊരു മിടുക്കി മോളാ. സത്യം. ഈ ഡിവോഴ്സ് ആകുന്ന അച്ഛനും അമ്മയെ പിള്ളേരുടെ കാര്യം ഓർത്താൽ നന്നായിരുന്നു. കഷ്ടമാണ്.